നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന റെസിപ്പി അങ്കമാലിയിൽ നിന്നും പുറപ്പെട്ട് ഇന്ന് വേൾഡ് ഫേമസ് ആയിട്ടുള്ള അങ്കമാലി മാങ്ങാക്കറി. വേൾഡ് ഫേമസ് ആവണമെന്നുണ്ടെങ്കിൽ അതിന്റെ രുചിയെ പറ്റി ഒന്ന് ആലോചിച്ചു നോക്കൂ. അങ്കമാലി മാങ്ങാക്കറിയെ പറ്റി അറിയാത്തവർക്കായി ഇവിടെ ഞാനൊരു സ്ക്രിപ്റ്റ് ഇട്ടിട്ടുണ്ട്, അത് പോസ്റ്റ് ചെയ്തിട്ട് വായിക്കാം കേട്ടോ. ഇനി നമ്മൾ നേരെ റെസിപ്പിയിലോട്ട് പോകാം. നമസ്തേ, ഞാൻ ധന്യ, ഇത് വെജ് കേരള. എല്ലാ പുതിയ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തണേ, എന്നാലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസിലുള്ള പച്ചമാങ്ങയാണ്. അതിൻ്റെ പുളിക്കനുസരിച്ച് എടുക്കാം കേട്ടോ. ഒരുപാട് പുളിയായാലും കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അത് ഉപ്പും മഞ്ഞളും പുരട്ടി വെച്ചിട്ടുണ്ട്. കഷ്ണങ്ങളുടെ വലുപ്പം നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ, ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. ആദ്യം ഇതിൻ്റെ മസാല പ്രിപ്പറേഷനിലേക്ക് നമുക്ക് കടക്കാം. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. കുക്ക് ചെയ്യാനുള്ള പാത്രം തന്നെ എടുക്കാം. അതിലേക്ക് ഒരു മീഡിയം സൈസ് വല്യുള്ളി നീളത്തിലരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ അടുപ്പത്തല്ല കേട്ടോ ഉള്ളത്, അതിന് മുന്നേ ഉള്ള പ്രോസസ്സാണിത്. ഒരു അരക്കപ്പ് ചെറിയുള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർക്കുന്നുണ്ട്. മീഡിയം സ്പൈസി ആയിട്ടുള്ള 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് വട്ടത്തിൽ അരിഞ്ഞ് ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇഞ്ചി ഒരു 15 ഗ്രാം എടുക്കുന്നുണ്ട്, അത് നീളത്തിൽ അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. കറിവേപ്പില എടുത്തിട്ടുണ്ട് ഒരു 3 തണ്ട്. ഇത് ചെറിയ ഇലകളായതുകൊണ്ടാണ് 3 തണ്ട് എടുത്തത്. വലിയ ഇലകളാണെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം. നല്ല ഫ്രഷ് കറിവേപ്പില തന്നെ എടുത്തോളൂ കേട്ടോ. അടുത്തതായി ഇതിലേക്ക് ചേർക്കുന്നത് പച്ച വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പച്ച വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ, അല്ലാതെ ഒരു പ്രാവശ്യം യൂസ് ചെയ്ത വെളിച്ചെണ്ണ ഉപയോഗിക്കരുതേ. വിനാഗിരി ചേർക്കുന്നുണ്ട് 1 ടീസ്പൂൺ. ഇതിൽ സിന്തറ്റിക് വിനെഗറോ കോക്കനട്ട് വിനെഗറോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം, പക്ഷേ ആപ്പിൾ സിഡർ വിനെഗർ ഒന്നും ഉപയോഗിക്കില്ലേ. ടേസ്റ്റിനനുസരിച്ച് ഉപ്പും കൂടെ ചേർക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ പൊടിയുപ്പാണ് ചേർക്കുന്നത്, ബാക്കി പിന്നീട് അഡ്ജസ്റ്റ് ചെയ്യാം. ഉപ്പ് ഈ സമയത്ത് ചേർക്കുന്നത് എന്തിനാന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ. നമ്മൾ ഇപ്പോൾ കൈ വെച്ച് തന്നെ നമ്മൾ ഇതിനെ ഞെരടി നല്ലോണം സോഫ്റ്റ് ആക്കാൻ പോവുകയാണ്. ആ സമയത്ത് ഈ പച്ചക്കറി, അതായത് ഉള്ളി, വല്യുള്ളി, ചെറിയുള്ളി, പച്ചമുളക്, ഇതിൽ നിന്നൊക്കെ അതിൻ്റെ രുചി വാട്ടർ കണ്ടന്റ് ആയിട്ട് പുറത്തേക്ക് വരാൻ ഇത് ഉപ്പ് സഹായിക്കും. ഇതാ കണ്ടോ, പച്ചക്കറിയിൽ നിന്നൊക്കെ വെള്ളം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാ ഇൻഗ്രീഡിയൻസും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അടുക്കളയിൽ ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലാണ്. ഇനി ഇതിലേക്ക് 3 മസാലപ്പൊടികൾ ചേർക്കാൻ പോവുകയാണ്. ആദ്യത്തേത് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. രണ്ടാമത്തേത് മുളക് പൊടി 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. മൂന്നാമത്തേത് മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് 3ഉം ഞാൻ നമ്മളിപ്പോൾ ഞെരടി വെച്ച ഈ മസാലയിലേക്ക് ചേർക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്നുകൂടെ കൈ വെച്ച് തന്നെ ഒന്നുകൂടെ മിക്സ് ചെയ്യാൻ പോവാണ്. ഇത് ഏകദേശം ഈ പരുവായിട്ട് നമുക്ക് കിട്ടണം. ഇപ്പോൾ കണ്ടോ, നമ്മൾ വഴറ്റിയെടുത്തതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് എല്ലാ ഇൻഗ്രീഡിയൻസും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച മാങ്ങാ കഷ്ണങ്ങൾ ചേർക്കുക. ഒന്ന് ജെന്റിലായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കഷ്ണങ്ങൾ ഉടക്കിയൊന്നും വേണ്ട. ഒന്ന് ഇപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച ഈ മസാല നന്നായിട്ട് മാങ്ങാ കഷ്ണങ്ങളിലേക്ക് കോട്ടായാൽ മതി. ഇതവിടെ 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള തേങ്ങാപ്പാലിൻ്റെ കാര്യം നോക്കാം. ഈ കറിയിലേക്ക് വേണ്ടി തേങ്ങയുടെ 1-ാം പാൽ എടുത്തിട്ടുണ്ട്, ഒരു 250 മില്ലി. അതിൻ്റെ ഇരട്ടി, അതായത് 500 മില്ലി മതി 2-ാം പാല്. പക്ഷെ ഞാനിവിടെ ഒരു 600 മില്ലി തേങ്ങാപ്പാൽ 2-ാം പാല് എടുത്തിട്ടുണ്ട്. ഈ കറി കുക്കാവുന്നത് തന്നെ തേങ്ങയുടെ 2-ാം പാലിലാണ്, വേറെ വെള്ളമൊന്നും നമ്മൾ ഒഴിക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച മസാലയിലേക്ക് 2-ാം പാല് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് തന്നെ ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 4 പേർക്ക് സുഖമായിട്ട് കഴിക്കാനുള്ള കറി ഉണ്ടാവേ. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച ഈ മിക്സ് അടുപ്പത്തേക്ക് മാറ്റുകയാണ്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരേ ദിശയിൽ തന്നെ തവി കൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതെന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ 2-ാം പാലിലാണ് കുക്ക് ചെയ്യുന്നത്. പാല് തിളയ്ക്കുന്നത് വരെ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ പാല് പിരിഞ്ഞു പോകും. ഇതായിപ്പോൾ ഏകദേശം 1.5 മിനിറ്റോളമായി ഞാൻ ഇളക്കാൻ തുടങ്ങിയിട്ട്. പാല് പിരിഞ്ഞിട്ടൊന്നുമില്ല. ഇനി അത് ഒരു 1 മിനിറ്റോളം അങ്ങനെ തന്നെ ചെറുതീയിൽ തിളച്ചോട്ടെ, മാങ്ങയൊന്ന് വേവുന്നത് വരെ. 1 മിനിറ്റിന് ശേഷം
ചെക്ക് ചെയ്തപ്പോൾ മാങ്ങയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാം. ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ തീയും ഓഫ് ചെയ്യാം. ഇത് മൺചട്ടി ആയതുകൊണ്ട് അതിൽ നല്ലോണം ചൂട് നല്ലോണം ഉണ്ടാവും. ആ ഒരു ചൂട് മതി ഒന്നാം പാലിന്. ഒന്ന് ഇളക്കിയതിന് ശേഷം അടുപ്പത്തുനിന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു താളിപ്പും കൂടെ കൊടുക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സ്റ്റേജും. പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കാം. മാങ്ങാക്കറിക്ക് എപ്പോഴും ഉലുവ വറുത്തിടുന്നത് നല്ലതാണ്. പ്രത്യേക ഒരു മണവും രുചിയും കൊടുക്കും. കടുകും ഉലുവയും പൊട്ടിത്തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് വട്ടത്തിൽ അരിഞ്ഞു വെച്ച ചെറിയുള്ളിയാണ്. ചെറിയുള്ളി ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി കരിയാതെ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഉള്ളിയുടെ മൂപ്പ് ഏകദേശം ഈ ഒരു പാകത്തിലെത്തുമ്പോൾ ഇതിലേക്ക് 3-4 വറ്റൽമുളകും ഒരു 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് ഫ്യൂ സെക്കൻഡ്സിനുള്ളിൽ തന്നെ തീ ഓഫ് ചെയ്യാം. ഇല്ലെങ്കിൽ വറ്റൽമുളകും കരിയാനുള്ള ചാൻസ് ഉണ്ട്. ആ ചൂടിൽ തന്നെ നിർത്തി കറിവേപ്പിലയും വറ്റൽമുളകും ഒന്ന് പാകാക്കിയതിന് ശേഷം നമുക്കിത് നേരെ കറിയിലേക്ക് ഒഴിക്കാം. അപ്പം നമ്മുടെ അങ്കമാലി മാങ്ങാക്കറി ഇവിടെ റെഡിയാണ്. ഇതൊരു അടിപൊളി ഒഴിച്ചുകറിയാണ് കേട്ടോ. അങ്കമാലിക്കാർക്ക് വളരെയധികം നന്ദി ഇത്രയും നല്ലൊരു കറി തന്നതിന്. എല്ലാവരും ഇത് വീട്ടിൽ വെച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയൂ കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.